ഗൈസ് രജീഷാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ആരും നിങ്ങൾക്ക് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ 2020 കഴിഞ്ഞ് 2021 വന്ന് നമ്മൾ കൊറോണ വാക്സിനൊക്കെ ഇന്ന് കേന്ദ്ര സർക്കാർ ഇന്നലത്തെ ന്യൂസ് വെച്ചാൽ 2020 ഡിസംബർ 31 രാവിലെ 8 മണിക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നമ്മുടെ കേന്ദ്ര സർക്കാർ കേരളത്തിലേക്ക് കോവിഡിൻ്റെ വാക്സിനൊക്കെ എത്തിക്കുന്നു. അപ്പോൾ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും കൂടി കൂട്ടണം. കാരണം ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇഞ്ചെക്ട് ചെയ്യാൻ ഹെൽത്ത് സെൻ്ററിലൊക്കെ പോകുമ്പോൾ അവിടെ കോവിഡ് പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അവരിനെയും ചിലപ്പോൾ വൈറസ് പകരാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും പോകുമ്പോൾ സാനിറ്റൈസർ കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമില്ല, ചെറിയ പോലെ സാനിറ്റൈസറൊക്കെ കൊണ്ടുപോകും. എപ്പോഴും ഹാൻഡ് വാഷ് നമുക്ക് കൈ പിടിച്ചിങ്ങനെ നടക്കാൻ പറ്റുമോ? നമ്മൾ ഇത്ര പോകുന്നൊരു ഹാൻഡ് വാഷ് നമ്മളെ കയ്യിൽ വെച്ചിട്ട് എങ്ങനെ കൊണ്ടുപോകാനാണ്? അപ്പം സിമ്പിളായിട്ട് നമ്മൾ പോക്കറ്റിലൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു പേപ്പർ ഹാൻഡ് വാഷാണ് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇട്ടാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പേപ്പർ ഹാൻഡ് വാഷ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ 3 ചെറിയ പേപ്പർ എടുത്തിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഷീറ്റ് എടുക്കാൻ. ഞാനിപ്പോൾ ഒരു 10 രൂപയുടെ ഒരു നോട്ട്ബുക്കും ജസ്റ്റ് ഒന്ന് 3 കൂടെ ചീന്തി എടുത്തതാണ്. അതിപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഫിയാമ ഹാൻഡ് വാഷാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈഫ് ബോയ് ആഡ് ചെയ്യാം, ഏത് വേണമെങ്കിൽ ഹാൻഡ് വാഷ് ആഡ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഈ പേപ്പറിന് മുകളിൽ ലാഷായിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് തുടച്ച് കൊടുക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പേപ്പർ ഹാൻഡ് വാഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇത് ഫുള്ള് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കാൻ വെക്കണം. നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം ബാക്കിത്തെ പരിപാടികൾ. പേപ്പർ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ഫോൾഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യാനാണ് പോകുന്നത്. ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കത്രി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്താണ് അതായത് നമ്മളൊന്നും കൂടി ഫോൾഡ് ചെയ്യുക. അതുകഴിഞ്ഞ് വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് കുറേ പേപ്പർ കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇനി ഒരു കവർ ഉണ്ടാക്കണം. കവറിങ് ചേർക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇത് ആവശ്യത്തിന് വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പേപ്പറിൻ്റെ എൻഡിങ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് അതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ എൻഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ പേപ്പർ ഉണ്ടല്ലേ, ഈ പേപ്പറിൻ്റെ ഈ എൻഡിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ കട്ടിങ് ചെയ്ത് പാക്കിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇവിടെ ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാപ്പിൾ പിന്നെ എടുത്തിട്ട് ഒന്ന് കറക്റ്റ് ഇവിടെ ആയിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കറക്റ്റ് ഫിനിഷിങ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് അപ്പോൾ നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ നേരെ വീഡിയോ എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ പേപ്പർ ഒന്ന് ഇവിടെ എടുത്തിട്ട് ഈ എൻ്റെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കീറി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കീറി എടുത്തിട്ട് ഇത് മാറ്റി വെച്ച്. അപ്പോൾ നമ്മുടെ പേപ്പർ സെറ്റ് ആയിട്ടില്ല. പേപ്പറൊന്ന് ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ കയ്യിലൊന്ന് പ്ലേസ് ചെയ്ത് ഒന്ന് നമ്മൾ കയ്യിൽ തുറന്നിട്ട് ഈ കയ്യിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് ഈ കൈ കൂടി ഒന്ന് നനച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളത് പേപ്പർ പീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഉണ്ടാവും. എന്നാലും നമ്മുടെ കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാൻ പറ്റും. നമ്മളത് പേപ്പർ ഹാൻഡ് വാഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ നേരത്തെ കാണിച്ചു. അപ്പോൾ നമ്മളുടെ പേപ്പർ ഹാൻഡ് വാഷ് സിമ്പിളായിട്ട് നമ്മൾ പോക്കറ്റിലിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നേരെ നമ്മൾ എൻ്റെ കയ്യിൽ പോക്കറ്റില്ല, പാൻറ്റിൻ്റെ പോക്കറ്റിലാണെങ്കിലും വയ്ക്കാം. പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകുമ്പോൾ നമുക്കൊന്ന് കൈ ഒന്ന് വാഷ് ചെയ്യണം തോന്നുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ അടുത്തോട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ്. 5 മിനിറ്റ്സ് ക്രാഫ്റ്റും അത് നിങ്ങൾ കൂട്ടിയാൽ മതി. എന്തായാലും നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും കമൻറ്റൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ക്യാമറമാൻ മനു മച്ചാനോടൊപ്പം രജീഷ് ബിയർ സൈനിങ് ഓഫ്.